മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ അനാലിസിലേക്ക് സ്വാഗതം. നമ്മുടെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് ഒന്ന് വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ഡോജി ടൈപ്പ് ക്യാൻഡിൽ പോലെയാണ് കാണുന്നത്. സോ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കുറച്ചും കൂടെ താഴെയായിരുന്നു, പക്ഷെ അതുവരെ എത്തിയില്ല, റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ പോസിറ്റീവ് ആയിരിക്കും ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ അത് പോസിറ്റീവ് ആയിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 വീക്സ് ആയിട്ട് ഓൾമോസ്റ്റ് സെയിം സോണിലാണ് നിൽക്കുന്നത്. സോ നെക്സ്റ്റ് വീക്ക് ഒരു മൊമെൻറ്റത്തിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആവണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അത് ഓൾ ടൈം ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വീക്ക്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. സോ നിങ്ങൾക്ക് 5 മിനിറ്റിൽ അതനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ വന്നിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണമായിരിക്കും നല്ലത്. വീക്ക്ലി ക്യാൻഡിൽ ഒന്നും കൂടെ എടുക്കാം. സോ ഇത് ഈ ഒരു ഏരിയയിൽ 26 എബോ ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് 25,950 നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പൊസിഷനിൽ മുകളിലോട്ടുള്ള പൊസിഷനിൽ എടുക്കാം, ബുള്ളിഷ് ട്രേഡ് പൊസിഷനിൽ എടുക്കാം. പിന്നെ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അതേപോലത്തെ ഒരു ബുള്ളിഷ് ഒരു ഡോജി ക്യാൻഡിലാണ്, നമുക്ക് ഒരു കൺഫ്യൂസിങ് ക്യാൻഡിലാണ്. സോ കൺഫ്യൂസിങ് ക്യാൻഡിൽ ഓൾവേസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡും ബയേഴ്സും സെല്ലേഴ്സും കൺഫ്യൂസ്ഡ് ആണ്. സോ എവിടെയാണ് ഓപ്പൺ ആവുന്നത്, ഫ്ലാറ്റ് ഓപ്പൺ ആയി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈ ടച്ച് ചെയ്യാനുള്ള ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. താഴോട്ടാണെങ്കിൽ ഇതിൻ്റെ ലോ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. താഴോട്ടാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും താഴോട്ടാണ് പോകുന്നതെങ്കിൽ നല്ലൊരു ഡൗൺവേർഡ് ട്രെൻഡിനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ രണ്ടായാലും നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും അങ്ങനെ തന്നെയാണ്. കാരണം ഓൾറെഡി അത് 3-4 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് 25,700 എന്നുള്ള റേഞ്ച്. സോ ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ഓൾറെഡി 3-4 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. താഴോട്ടാണെങ്കിൽ ഇതിന് താഴെയുള്ള ക്ലോസിങ്ങിന് ചാൻസ് ഉണ്ട്. 25,300 ആ റേഞ്ചിലുള്ള താഴോട്ടുള്ള ഇതിന് ചാൻസ് ഉണ്ട്. പക്ഷെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മോസ്റ്റ്ലി മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് നിഫ്റ്റിയിൽ. സോ മുകളിലോട്ടാണ് പോകണമെങ്കിൽ നമുക്ക് 26,400 ആ റേഞ്ചിൽ എത്താനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ ഞാൻ പറഞ്ഞു 4 വീക്സ് ആയിട്ട് സെയിം ഏരിയയിലാണ്. സോ എന്നാണ് ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ഉണ്ടാവുന്നത് അന്ന് നല്ലൊരു മൊമെൻറ്റത്തിനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ 2-3 വീക്കായിട്ട് പറയാണ്. അത് ഇപ്പോഴും കൺസോൾട്ടേഷൻ ആണ്, മെയിൻലി ബിക്കോസ് ഡിസംബർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വരുന്നത്. വോളിയം വളരെ കുറവായിരിക്കും. FIs എല്ലാം ടൂറിലും അങ്ങനത്തെ ഹോളിഡേയ്സിലായിരിക്കും, അതാണ് ഈ ഒരു കൺസോൾട്ടേഷൻ വരുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നിഫ്റ്റി മിഡ് ക്യാപ്പ് നല്ലൊരു പൊസിഷനിൽ കാണുന്നുണ്ട്. ഇത് നിഫ്റ്റിയാണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഒരു റിവേഴ്സൽ പാറ്റേൺ കാണിക്കുന്നുണ്ട്. ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിൽ റിവേഴ്സൽ പാറ്റേൺ ഡബ്ല്യു പാറ്റേൺ കാണിക്കുന്നുണ്ട്, ഡബ്ല്യു പാറ്റേൺ ഫോർമേഷൻ കാണുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ആണെങ്കിൽ മുകളിലോട്ടുള്ള റിവേഴ്സൽ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പും അതേപോലെയാണ്, നല്ല റിവേഴ്സൽ പാറ്റേൺ കാണിക്കുന്നത്. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ്പ് അത്ര ഒന്നും ഡൗൺ ആയിട്ടില്ല കമ്പയർഡ് ടു നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നല്ല ഡൗൺ ആയിരുന്നു. സോ നമുക്ക് ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു കൺസോൾട്ടേഷനിൽ വീക്ക്ലി ക്യാൻഡിൽ നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. സോ ഇതിന് ഹൈ ക്രോസ് ചെയ്തോളം നമുക്ക് ബുള്ളിഷ് ട്രേഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. സിൽവർ ആണെങ്കിൽ സിൽവർ നല്ലൊരു ബുള്ളിഷ് ട്രേഡാണ്. കഴിഞ്ഞ വീക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, പക്ഷേ ഈ വീക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. സോ ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്തോളം നമുക്ക് മുകളിലോട്ടുള്ള ട്രേഡ് പിന്നെയും നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ വീക്കിലുള്ള സ്റ്റോക്ക് നോക്കാം. പറയുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ, നാം പറയുന്ന സ്റ്റോക്സോ ട്രേഡോ എല്ലാം സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇത് ഒരു ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് സ്റ്റഡി പർപ്പസിന് വേണ്ടി നമ്മൾ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ വീക്ക് നമ്മൾ നോക്കുന്ന 2 സ്റ്റോക്ക് ഒന്ന് ഐഷർ മോട്ടോഴ്സ് ആണ്.
ഒന്ന് ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് ലാസ്റ്റ് വീക്ക് ബുള്ളിഷ് പാറ്റേണിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്യണത്, സ്റ്റാൻഡ് ചെയ്യണത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഹൈ ക്രോസ് ചെയ്തോളം നമുക്കൊരു മുകളിലോട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കുകയാണെങ്കിൽ 1:4 അതായത് 1:3 or 4 നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കാം. പൊസിഷണൽ ട്രേഡിലാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് നമ്മൾ നോക്കുന്നത് ടെക്കം ആണ്. ഒരു IT-ക്ക് ഒരു മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണുന്നുണ്ട്. ലാസ്റ്റ് വീക്കും ബുള്ളിഷ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുന്നോളം നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 1690 അത് അടുപ്പിച്ചുള്ളൊരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക, റിസ്ക് മാനേജ്മെൻ്റ് എല്ലാം നിങ്ങൾ അതനുസരിച്ച് എടുക്കുക. ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് എനിക്ക് സ്റ്റോക്ക് കണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാണ് നമ്മുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോ. സോ നമുക്ക് മൺഡേ ഡെയിലി അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. ബൈ, താങ്ക് യു.